ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ കൊടുക്കാൻ ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന് മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിൽ കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി നൽകിയത്. സോളാർ പരാതിയിൽ 4 പേജുകൾ കൂട്ടിച്ചേർത്തത് ഗൂഢാലോചന എന്ന പരാതിയിലാണ് മൊഴി. 2011 മുതൽ 13 വരെയും ഗണേഷിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു സുധീർ മലയിൽ. വിവരങ്ങളുമായി മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നുണ്ട്. അതിലേക്ക് മനോജ് അപ്പുക്കുട്ടന്റെ ഒരു റിപ്പോർട്ടിലേക്ക്. പത്തനാപുരത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വളരെ കോളിളക്കം സൃഷ്ടിക്കാവുന്ന ഒരു നടപടിയാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര കോടതിയിലുണ്ടായത്. സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം. സോളാർ കേസ് വീണ്ടും ഇലക്ഷനിൽ ചർച്ചയാവുകയാണ്. അന്ന് ഗണേഷ് കുമാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സുധീർ മലയിലാണ് ഒരു നിർണായക വിധി കോടതിയിൽ നൽകിയത്. സുധീർ മലയിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തിരക്കാം. സുധീർ, ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങൾ കൊഴുക്കുകയാണല്ലോ. എന്താണ് കോടതിയിൽ ഇപ്പോൾ നമ്മൾ നൽകേണ്ടതായ ഒരു മൊഴിയുടെ സാഹചര്യം ഉണ്ടായത്? ഇപ്പോൾ ഈ മൊഴി നൽകിയതല്ല, അതായത് 2021 കൊട്ടാരക്കര കോടതിയിൽ കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് നൽകിയ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുള്ളത്. അതായത് ഈ സോളാർ ഗൂഢാലോചന കേസിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടിയെയും UDF നേതാക്കന്മാരെയും ലൈംഗിക ആരോപണ കേസിൽ പെടുത്തിയത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള മൊഴികളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അത് സത്യമായി തന്നെ കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗമായിരുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം ചിലതൊക്കെ നമ്മളോട് പറഞ്ഞതും അദ്ദേഹം പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ സമർത്ഥിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കൊട്ടാരക്കര കോടതിയിൽ 18 പേജുള്ള ഒരു പരാതി എങ്ങനെ 24 പേജായി എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയാണ് നിലനിന്നത്. ആ അഡീഷണൽ പേജ് വന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണോ കോടതിയിൽ ഇപ്പോൾ പ്രതിപാദിക്കുന്നത്? അഡീഷണൽ പേജ് വന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. അതായത് രണ്ടാമത് ഇതിനകത്ത് എഴുതി ചേർക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗം. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് എൻ്റെ ഭാഗം ഞാൻ കോടതിയിൽ പറഞ്ഞത്, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് നൽകിയിരിക്കുന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗൂഢാലോചനയുടെ സത്യം ചുരുളഴിച്ച് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന സത്യങ്ങൾ മൊഴിയായി ഞാൻ കോടതിയിൽ കൊടുത്തിരിക്കുന്നതുമാണ്. അതിൽ ആദ്യമുണ്ടായിരുന്ന ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ടിൽ, അതായത് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന്റെ ഈ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇദ്ദേഹത്തെക്കുറിച്ചോ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചോ UDF നേതാക്കന്മാരെ കുറിച്ചോ വലിയ ലൈംഗിക ആരോപണ പരാമർശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഇദ്ദേഹം മന്ത്രിയാകാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ വീണ്ടും അതിനകത്ത് ആഡ് ചെയ്ത് എഴുതി ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗം. അല്ല, അങ്ങനെ നിർബന്ധ ബുദ്ധിയാൽ ഈ പേര് എഴുതി ചേർക്കാൻ ഉമ്മൻചാണ്ടി സാറുമായിട്ട് അത്രയ്ക്ക് വൈരാഗ്യം വരത്തക്കീഴിൽ എന്തെങ്കിലും നടപടി മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മറ്റൊരു വൈരാഗ്യവും വരാൻ ഒരു കാരണവുമില്ല. മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. അതായത് അദ്ദേഹം രാജിവെച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ നൽകിയ കേസിന്റെ അടിസ്ഥാനത്തിൽ, ഗാർഹിക കേസിന്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ആകുന്ന സാഹചര്യത്തിൽ ഒരു മന്ത്രി തന്റെ മന്ത്രിസഭയിലെ ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി അറസ്റ്റിലാകുകയാണെങ്കിൽ അറസ്റ്റിലായാൽ അത് വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്നുള്ളത് കൊണ്ടും ഇടതുപക്ഷ സംഘടനകൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. എന്നാൽ ആ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനും ബഹുമാനായ ഉമ്മൻചാണ്ടി സാറും അദ്ദേഹം ചുമതലപ്പെടുത്തിയ ശ്രീമാൻ ഷിബു ബേബി ജോൺ സാറും അശ്രാന്ത പരിശ്രമം നടത്തി ആ കേസ് ഒരു രമ്യതയിൽ ഒത്തുതീർപ്പാക്കി. കേസ് ഒത്തുതീർപ്പാക്കിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ തിരികെ മന്ത്രിയാക്കും എന്ന് അദ്ദേഹം കരുതുകയും അദ്ദേഹം മന്ത്രിയായി തിരികെ വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ തിരികെ മന്ത്രിസഭയിൽ എടുക്കാൻ കഴിഞ്ഞില്ല. എടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായ ശ്രീമാൻ ഉമ്മൻചാണ്ടിയോട് അതിശക്തമായ വൈരാഗ്യമുണ്ടാവുകയും ഏത് വിധേനയും ഉമ്മൻചാണ്ടിയെയും മന്ത്രിസഭയെയും തകർക്കും എന്ന വാശിയോടുകൂടി ഇറങ്ങിത്തിരിച്ചത്. അപ്പം ആ ഒരു വാശിയുടെ പ്രതിഫലനമാണ് ഈ സോളാർ കേസും അതിൽ പിന്നീട് ഉരുത്തിരിഞ്ഞു വന്ന സംഭവ വികാസങ്ങളും എന്നാണ് സുധീർ മലയിൽ പറയുന്നത്. എന്തായാലും പത്തനാപുരത്തെ തിരഞ്ഞെടുപ്പ് രംഗം ശക്തി പ്രാപിക്കുമ്പോൾ സോളാർ വിഷയം വീണ്ടും ചർച്ചയാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ. വിവരങ്ങളുമായി മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നുണ്ട്. മനോജ്, ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ് സുധീർ ഉന്നയിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ കൊടുക്കാൻ മുൻ മന്ത്രി ഇപ്പോഴത്തെ മന്ത്രി കൂടിയായ ഗണേഷ് കുമാർ ശ്രമം നടത്തി, അത്തരം നീക്കങ്ങൾ നടത്തിയെന്നാണ് മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല. കാരണം ഗണേഷ് കുമാറിൻ്റെ ഒപ്പം വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തി കൂടിയാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായിരുന്നു
ഗണേഷ് കുമാർ അങ്ങനെ ഒരു നീക്കം നടത്താനുള്ള കാരണം? അത്തരമൊരു വിരോധം എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഉണ്ടായിരുന്നത് ഗണേഷിനെ? ഒന്ന്, പത്തനാപുരത്തെ ഇലക്ഷൻ രംഗം ഏറ്റവും ചൂടുപിടിക്കുന്ന നിലയിലുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സുധീർ മലയിൽ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതൊരു വെറും ആരോപണമോ ഉന്നയിപ്പോ അല്ല, കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര കോടതിയിൽ കേസ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷിയായി എത്തിയ സുധീർ മലയിൽ നൽകിയ ഒരു മൊഴിയാണ് ഇപ്പോൾ ഏറ്റവും ചർച്ചാ വിഷയമായിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പീഡനത്തിൽ കൊടുക്കുന്നെന്ന് ഗണേഷ് കുമാർ പലവട്ടം തന്നോട് മുൻ സ്പെഷ്യൽ സ്റ്റാഫ് അംഗമായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് കൊട്ടാരക്കര കോടതി നൽകിയിരിക്കുന്ന മൊഴി. സോളാർ പീഡന കേസിലെ പരാതിക്കാരിയും ഗണേഷ് കുമാറും പ്രതികളായ ഗൂഢാലോചന കേസിൽ സാക്ഷിയാണ് ഈ സുധീർ മലയിൽ. 2011 മുതൽ 13 വരെ സംസ്ഥാന മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു സുധീർ. പരാതിക്കാരിയുമായി ഗണേഷ് കുമാർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും മന്ത്രിയുടെ ഔദ്യോഗിക വസതികളിലും ഓഫീസിലും അവർ നിത്യ സന്ദർശിക്കുകയായിരുന്നുവെന്നും മൊഴിയിൽ പരാമർശിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയെ തുടർന്നാണ് രാജിവെക്കുന്നത്. തിരികെ മന്ത്രിസ്ഥാനം ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയോട് കടുത്ത വിദ്വേഷം ഉണ്ടാവുകയും അത് വിദ്വേഷത്തിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടിയെയും മറ്റ് നേതാക്കന്മാരെയും പീഡനക്കേസിൽ കൊടുക്കുമെന്ന് സുധീറിനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുമാണ് കോടതിയിൽ നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നത്. ഇത്തരത്തിലുള്ള ഒരു കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും എന്നാൽ കോടതി ആവശ്യപ്പെടുന്ന മുറയ്ക്ക് കൂടുതൽ തെളിവുകളും വിവരങ്ങളും കോടതിയിൽ നൽകുമെന്നും സുധീർ ഇപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഏറ്റവും വിവാദ പരാമർശം നൽകുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ വന്നത്. ഇത് കൂടാതെ തന്നെ ഒരു DCC പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവനയുണ്ട്. അത് നമ്മളോട് ടെലിഫോണിൽ ബന്ധപ്പെടുന്നത് ഈ ആദ്യം ഗണേഷ് കുമാർ മത്സരിക്കുന്ന സമയത്ത് എന്തോ ഒരു വലിയ കള്ളത്തരം നടത്തിയാണ് ജയിച്ചതെന്നും അതിനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടും അത് നൽകാൻ തയ്യാറാണെന്നും മറ്റൊരു DCC ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും പത്തനാപുരത്തിലെ ഇലക്ഷൻ രംഗം ഏറ്റവും ചൂടുപിടിക്കുകയും വിവാദത്തിൽ മുങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അങ്ങനെ ഒരു ഈ സുധീറിന്റെ മൊഴി സ്വാഭാവികമായി കേസിൽ വളരെ നിർണായകമാണ്. സുധീറിന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ്? ഗണേഷ് കുമാറിനൊപ്പമാണോ അതോ UDF-നൊപ്പമാണോ? ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മൊഴി എത്രത്തോളം നിർണായകമായിരിക്കും ഈ സംഭവത്തില്? ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുന്ന സമയത്ത് സുധീർ യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. അപ്പോൾ ഗണേഷ് കുമാർ പിന്നീട് പാർട്ടി മാറി ഇടതുപക്ഷത്തിലേക്ക് പോകുമ്പോൾ UDF-നൊപ്പം തന്നെ സുധീർ മലയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. സുധീർ മലയിൽ ഇപ്പോൾ പത്തനാപുരം കോൺഗ്രസ് നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ചുമതലയാണ് വഹിക്കുന്നത്. ഇപ്പോഴും സജീവമായി രാഷ്ട്രീയ രംഗത്തുണ്ട് സുധീർ. യാതൊരു കാരണവശാലും തന്റെ അഭിപ്രായത്തിൽ നിന്ന് പിന്നോട്ടില്ല. കോടതി ആവശ്യപ്പെടുന്ന എന്ത് തെളിവുകളും നൽകാനും ഇനിയും ആവശ്യമെങ്കിൽ കോടതിയിൽ മൊഴികൾ നൽകാനും തയ്യാറാണെന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണ് സുധീർ. യെസ്, മനോജ് അപ്പുക്കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. മനോജുമായി സുധീർ ഇക്കാര്യങ്ങൾ പൂർണ്ണമായും വിശദീകരിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ ലൈംഗിക പീഡന കേസിൽ കൊടുക്കാൻ ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്നാണ് മുൻ സ്റ്റാഫ് അംഗം സുധീർ ആരോപിക്കുന്നത്. കോടതിയിൽ മൊഴി നൽകിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.